തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായതോടെ കണ്ണൂരിൽ LDFന് 9 എതിരാളികളില്ല. പത്രിക നൽകാൻ ആളില്ലാത്തതുകൊണ്ടല്ല, CPIM ഭീഷണിയെ തുടർന്നാണ് സ്ഥാനാർത്ഥികൾ ഇല്ലാതെ പോയതെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. മലപ്പട്ടം പഞ്ചായത്തിൽ ഒപ്പ് വ്യാജമെന്ന് ചൂണ്ടിക്കാട്ടി പത്രിക തള്ളിയതിനെതിരെ UDF സ്ഥാനാർത്ഥി രംഗത്തെത്തി. കോൺഗ്രസ് ആരോപണം തള്ളി CPIM നേതാക്കളും രംഗത്തെത്തി. കണ്ണപുരം പഞ്ചായത്ത് 10ാം വാർഡായ തൃക്കോത്ത് UDF സ്ഥാനാർത്ഥി NA ഗ്രേസിയുടെ പത്രിക തള്ളി. ഇതോടെ LDFിലെ പ്രേമ സുരേന്ദ്രന് എതിരില്ലാതെയായി. 3ാം വാർഡായ കണ്ണപുരം സെന്ററിൽ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നാണ് UDF സ്ഥാനാർത്ഥി ഷെറി ഫ്രാൻസിസ് പത്രിക പിൻവലിച്ചത്. മലപ്പട്ടം പഞ്ചായത്തിൽ 12ാം വാർഡായ കൊവുന്തലയിലെ UDF സ്ഥാനാർത്ഥിയുടെ പത്രികയും തള്ളി. സ്ഥാനാർത്ഥിയുടെ ഒപ്പ് വ്യാജമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പത്രിക തള്ളിയത്. ഇതോടെ LDF സ്ഥാനാർത്ഥി MB ഷിഗിന എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടും. അതേസമയം നേരിട്ട് ഹാജരായി റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിൽ സ്ഥാനാർത്ഥി ഒപ്പുവെച്ചിട്ടും വ്യാജമാണെന്ന് CPIM ആരോപിച്ചെന്ന് UDF കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെയും തന്നെയും CPIM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്നും UDFനായി പത്രിക സമർപ്പിച്ച നിത്യശ്രീ ആരോപിച്ചു. ഇന്നലെ ഞാൻ നാമനിർദ്ദേശ പോയ വനാധികാരിയുടെ അടുത്ത് തന്നെയായിരുന്നു ഇന്ന് സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടി അവർ ഹിയറിങ്ങിന് വിളിച്ചത്. അപ്പോൾ അദ്ദേഹം ഈ സമ്മതിക്കുന്നുണ്ട് ഇത് ഇവരെന്നെ ഇട്ട സൈനാണെന്ന്. പക്ഷേ CPIM ഇത് കള്ളൊപ്പാണ്, ഇത് ഇവരിട്ടതല്ല എന്ന് പറഞ്ഞ് എന്നെ എല്ലാവരും മുന്നിൽ വെച്ച് ആക്ഷേപിച്ചു. ആന്തൂർ നഗരസഭയിൽ സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി പത്രിക പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തിയെന്നാണ് കോൺഗ്രസ് ആരോപണം. കണ്ണൂരിൽ CPIM ജനാധിപത്യ കശാപ്പാണ് നടത്തുന്നതെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി. ഞങ്ങൾക്ക് സത്യത്തിൽ ഒരു നോമിനേഷൻ തള്ളപ്പെട്ടതിന്റെ പ്രയാസമൊന്നുമല്ല, ഈ നാട്ടിലെ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുന്നതിന്റെ പ്രയാസം തന്നെയാണ്. ആന്തൂരിൽ ആരെയും തട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യം പാർട്ടിക്കില്ലെന്നും പത്രിക നൽകാൻ പോലും ആളില്ലാത്തതിന്റെ ജാള്യതയിലാണ് ആരോപണമെന്നും മുൻ നഗരസഭാ ചെയർമാനും CPIM നേതാവുമായ PK ശ്യാമള മറുപടി നൽകി. അങ്ങനെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോക്കുണ്ടെങ്കിൽ ഇപ്പോൾ 2 വാർഡ് എല്ലാ വാർഡ് സ്ഥാനാർത്ഥികളൊന്നല്ലോ. അങ്ങനെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നത് എന്തെങ്കിലും ഭയപ്പാടിൻ്റെ ഭാഗമായിട്ടാണ്. എല്ലാ വാർഡിലും നല്ല ഭൂരിപക്ഷത്തോടെ LDF ജയിക്കുമ്പോൾ തട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യം, ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതൊക്കെ തന്നെ വെറുതെ ആന്തൂരിനകത്ത് എല്ലാ വാർഡിലും നമ്മൾ ജയിക്കുന്നതിന് ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രചാരവേല മാത്രമാണ്. അങ്ങനെ തട്ടിക്കൊണ്ടുപോയ ഒരു സാഹചര്യം ഉണ്ടായിട്ടേ ഇല്ല എന്നാണ്. എതിർ സ്ഥാനാർത്ഥികൾ പത്രിക നൽകാത്തതിനെ തുടർന്ന് ആന്തൂർ നഗരസഭയിൽ മലപ്പട്ടം കണ്ണപുരം പഞ്ചായത്തുകളിലും 2 വീതം സീറ്റുകളിൽ LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുമെന്നുറപ്പായിരുന്നു. ആന്തൂർ നഗരസഭയിൽ നാമനിർദ്ദേശ പത്രികയിലെ ഒപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് 4 പത്രികകൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇവ സ്വീകരിക്കുന്ന കാര്യത്തിൽ തിങ്കളാഴ്ച തീരുമാനമുണ്ടാകും. പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കുന്നതോടെ കണ്ണൂരിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. ന്യൂസ് മലയാളം, കണ്ണൂർ.